ഉണ്ണിമിശിഹായുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ് ഈ കല്ലേറ്റുമലയുള്ള ഈ പള്ളി. അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ അനേകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മഹത്തായ തിരുനാളാണ് ഉണ്ണിമിശിഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും. ഈ ഇടവകയിൽ അത് സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ആദ്യമായിട്ട് ഇടവക്കാർക്കും ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെടുന്നവരും തിരുനാളിലേക്ക് കടന്നു വരുന്നവരേവർക്കും ഞാൻ തിരുനാളിന്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഇതൊരു പൂർവികമായ ഇടവകയാണ്. 1861 ഉണ്ണിമിശിഹായുടെ നാമധേയത്തിൽ ഈ ഇടവക സ്ഥാപിതമായത്. ഈ ഇടവക 1000 മേലെ വീട്ടുകാരുണ്ട്. എല്ലാവരും തന്നെയും ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടിയാണ് നീങ്ങുന്നത്. ഈ ഇടവകയ്ക്കുള്ള ഒരു പ്രത്യേകത, ഈ അടുത്ത അവസരത്തിൽ ഉണ്ണിമിശിഹായുടെ ഒരു ഗ്രോട്ടോ നിർമ്മിക്കുകയുണ്ടായി. ബത്ലഹേം ഗ്രോട്ടോ എന്നാണ് ഇതിന്റെ പേര്. ലോകത്തിലെ ആദ്യത്തെ ഗ്രോട്ടോ കൂടിയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 19 ഇത് വെഞ്ചരിച്ചത്. 3 പിതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ വെഞ്ചരിപ്പ് നടന്നത്. ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷന്മാർ ജെയിംസ് പഴയാറ്റിലും തൃശൂർ അതിരൂപതയുടെ റിട്ടയർ ചെയ്ത മാർ ജേക്കബ് തൂങ്കഴി പിതാവും സാഗർ രൂപതയിൽ നിന്ന് റിട്ടയർ ചെയ്ത മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിയും അവരാണ് ഇത് വെഞ്ചരിച്ചത്. ഇതിന്റെ പ്രത്യേകത, ബത്ലഹേമിലെ, ഇസ്രായേലിലെ ബത്ലഹേമിലെ എപ്രകാരമായിരിക്കുന്നുവോ അതേ വിധത്തിൽ ആണ് ഈ ഗ്രോട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രോട്ടോയിൽ ഉണ്ണിമിശിഹ പിറന്നപ്പോൾ ആകാശ നക്ഷത്രം കണ്ട് 3 രാജാക്കന്മാർ ഈശോയെ സന്ദർശിക്കുന്ന ആ രംഗവും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിടയന്മാരും കന്നുകാലികളും എല്ലാം തന്നെ ഈ ഗ്രോട്ടോയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അനേകം പേർ തന്നെ ഈ ഗ്രോട്ടോ സന്ദർശിച്ച് ആഗ്രഹമാക്കി പോകുന്നു. ഈ തിരുനാളിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു, സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൂടി നടത്തുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു മഹാവിശുദ്ധനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. AD 255 ഫ്രാൻസിൽ നെർബോൺ എന്ന സ്ഥലത്താണ് ഈ വിശുദ്ധൻ ജനിച്ചത്. നല്ലൊരു സാമ്പത്തിക കഴിവുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹം പഠനത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വളരെ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് ഉയർന്ന നിലവാരത്തിൽ പഠിക്കുവാനും ഉന്നത സ്ഥാനങ്ങളിൽ
വലിയൊരു ആഗ്രഹമായിരുന്നു അന്നത്തെ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ ക്രൈസ്തവരെയും മറ്റു വിശ്വാസികളെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. അവരെ വധിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ സൈന്യത്തിൽ ചേരുകയാണ്. ആ സൈന്യത്തിൽ ഉയരങ്ങളിലേക്കായി ഉയർന്നുകൊണ്ടിരുന്നു. അവസാനം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗസംരക്ഷകനായി ഉയർത്തപ്പെടുകയും ചെയ്തു. അതേസമയം അദ്ദേഹം രഹസ്യത്തിൽ ജയിലുകൾ സന്ദർശിക്കുകയും ജയിലിൽ കിടന്നിരുന്ന വിശ്വാസികൾക്ക് കൂടുതൽ ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡയക്ലീഷ്യൻ സെബാസ്റ്റ്യനെ വധിക്കുന്നതിനായിട്ട് കൽപ്പന കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഒരു മരത്തിൽ വരിഞ്ഞു കെട്ടി അമ്പ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ആ വിശുദ്ധന്റെ തിരുനാൾ ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക പള്ളികളിലും വളരെ ഗംഭീരമായ രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്. ആ വിശുദ്ധത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഏവർക്കും ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെയും യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ 19 യൂണിറ്റുകളാണുള്ളത്. വളരെ ഗംഭീരമായ രീതിയിലാണ് അമ്പ പരിപാടികളെല്ലാം നടത്തുന്നത്. ഞാനത് എന്നിട്ടുന്നില്ല. ഏവർക്കും ഈ സംയുക്ത തിരുനാൾ മിശിഹായുടെ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ആശംസിക്കുകയാണ്. ഏവരെയും ഈ തിരുനാൾ ഞാൻ ക്ഷണിക്കുകയും ദൈവകൃപ ഇതുവഴി ലഭ്യമാകാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.